ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ട് നിന്നിട്ടുള്ളത് അല്ലേ. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഓസിലേറ്ററി മോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓസിലേറ്ററി മോഷൻ എന്തായിരുന്നു? അതായത് ഊഞ്ഞാലിന്റെ മോഷൻ എങ്ങനെയാ? ബേക്കോട്ടും മുന്നോട്ടും ഇങ്ങനെ പോകും അല്ലേ. പിന്നെന്താ, ഇവിടെ ഒരു ഇക്വിലിബ്രിയം പോയിന്റും ഉണ്ടാവും, ഇക്വിലിബ്രിയം പൊസിഷനും ഉണ്ടാവും. ഈ ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ബേക്കോട്ടും മുന്നോട്ടും, ഇംഗ്ലീഷിൽ നമ്മൾ പറയാ ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അതിനെയായിരുന്നു നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. പിന്നെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു ഓസിലേഷൻ അല്ലേ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് എപ്പോഴാ പറയാ? നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ, ഈ ഒരു O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയി തിരിച്ച് ഇവിടെ എത്തി, ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ തന്നെ എത്തുകയാണെങ്കിൽ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ വൺ ഓസിലേഷൻ എന്ന് പറയും. പക്ഷെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ പോയ സെയിം ഡയറക്ഷനിൽ തന്നെ വരണം. അതായത് ഈ ഒരു പോയിന്റ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്ക് വന്ന്, അപ്പൊ ഇതൊരു ഓസിലേഷൻ ആവോ? ഇല്ല. കാരണം എന്താ? ഞാൻ പോയത് ഇങ്ങോട്ടേക്കാണ്, വന്നതോ ഇങ്ങോട്ടേക്കാണ്. പക്ഷെ ഇങ്ങനെ ആയിരിക്കരുത്. ഇങ്ങോട്ടേക്കാ പോയെന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യണം? വരണം. അതായത് ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ എത്തി, പിന്നെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് വന്നല്ലേ. സെയിം ഡയറക്ഷനിൽ തന്നെയല്ലേ എത്തിയത്. സെയിം ഡയറക്ഷനും സ്റ്റാർട്ട് ചെയ്ത സെയിം പോയിന്റിൽ എത്തുവാണെങ്കിൽ അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആയിരുന്നു അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്തായിരുന്നു? നമുക്ക് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇത് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഈ ഒരു സ്വിങ് അല്ലെങ്കിൽ ഊഞ്ഞാലിന് ഇങ്ങോട്ടേക്കും പോകാൻ പറ്റും, ഇങ്ങോട്ടേക്കും പോകാൻ പറ്റും. ഇതിനെ ഞാൻ ബി എന്ന് കൊടുത്ത്, ഇതിനെ ഞാൻ എ എന്ന് കൊടുത്ത്. അപ്പൊ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലോട്ടുള്ള, എങ്ങനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം അല്ലേ. ഇനിയിപ്പോൾ ഈ സൈഡ് ആണെങ്കിൽ ഈ സൈഡും പറയാം. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എ ആണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് അല്ലേ. ഇത്രയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിൽ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത് ടൈം പീരീഡും ഫ്രീക്വൻസിയാണ് അല്ലേ. ടൈം പീരീഡും ഫ്രീക്വൻസിയും. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയാം. എങ്ങനെ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ തിരിച്ചെത്തി, ഇങ്ങനെ പോയി ഇവിടെ വന്നു കഴിഞ്ഞാലല്ലേ ഒരു ഓസിലേഷൻ. അപ്പം ഒരു ബോഡി ഇങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. അപ്പൊ ഇതും കൂടി ഒന്ന് നോക്കി വെക്കാം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസി എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ, എന്താ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടത്തുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. എങ്ങനെയാ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ് ആണ്. അതിൻ്റെ യൂണിറ്റ് ഹെർട്സ് HZ എന്ന് എഴുതും.
എന്താ ഫ്രീക്വൻസി എന്തായിരുന്നു, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഇപ്പോൾ എനിക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റൂല, പക്ഷെങ്കിൽ ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിളിൽ നിന്ന് എന്ത് ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻ സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. എത്രയൊക്കെയാ ലെങ്ത് വരുന്നത്, 25ഉം 60യും 100ഉം അല്ലെ. പിന്നെ എന്തുണ്ട്, ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ. അതായത് ഇവിടെ ശരിക്കും നമ്മൾ എന്താ, ഒരു സിമ്പിൾ പെൻഡുലം എന്താണെന്ന് അറിയാമോ? ഇതാണ് കേട്ടോ സിമ്പിൾ പെൻഡുലം. അതായത് ഒരു സ്ട്രിങ് ഉണ്ടാവും, ഒരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, ഒരു സ്റ്റാൻഡുമലായിരിക്കും ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ, ഒരു ചെറിയൊരു ബോൾ പോലെ ഉണ്ടാവും. ഇതിനെ നമ്മൾ ബോബ് എന്നാട്ടാ വിളിക്കാം. ബോബും ഉണ്ടാവും, ഒരു സ്ട്രിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു സിമ്പിൾ പെൻഡുലം അറേഞ്ച്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രിങ്ങിന്റെ നീളം 25ഉം 60ഉം 100ഉം ഒക്കെ ആക്കിയിട്ട് 10 സെക്കൻഡിൽ, അതായത് 10 ഓസിലേഷൻ എടുക്കാം. 10 ഓസിലേഷന് വേണ്ടി എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതാം. എന്താ, ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് മാറ്റിയിട്ട്, അതായത് ലെങ്ത് എങ്ങനെയാക്കുന്നത്, 25ഉം 60ഉം 100ഉം സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10 ഓസിലേഷന് എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ അതിന്റെ പീരീഡും ഫ്രീക്വൻസിയും കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് തൽക്കാലം ഇത് ചെയ്ത് നോക്കാനായിട്ട് പറ്റൂല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിത് കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഞാൻ പോയിന്റ് കാണിച്ചു തരാം. അതായത് ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ, ഇവിടെ ഞാൻ ഒരു 1 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 60 മീറ്ററിൻ്റെ ഞാൻ ഒരു 2 സെക്കൻഡ് എടുക്കുന്നു, 100 മീറ്ററിന് ഒരു 3 സെക്കൻഡും എടുത്തതെന്ന് വിചാരിക്കാം. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ എന്ത് കാണണം, പീരീഡ് കാണണം അല്ലെ. പീരീഡ് കാണാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെ. ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇവിടുത്തെ ടോട്ടൽ ടൈം എത്രയാ, ടോട്ടൽ ടൈം 1 അല്ലെ, 1. പിന്നെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഓസിലേഷൻസും വേണം അല്ലെ, നമ്പർ ഓഫ് ഓസിലേഷൻസും വേണം. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചെയ്യുക, ടോട്ടൽ ടൈം 1, എത്ര ഓസിലേഷൻ ഉള്ള 10, അപ്പൊ എത്ര ചെയ്യാ, 1/10. 1/10 എത്രയാ, 0.1 വരും. അപ്പൊ ഇവിടെ എത്ര വരും, 0.1. ഇനി ഇതിന്റെ നേരെയുള്ള എങ്ങനെ പീരീഡ് കാണാ, എങ്ങനെയാ ചെയ്യാ, ടൈം, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ടോട്ടൽ ടൈം എത്രയാ, 2 ആണ് അല്ലെ, 2 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാ, നമ്പർ ഓഫ് ഓസിലേഷൻസ് 10 ആണ്. അപ്പൊ ഇത് എത്ര കിട്ടും, 1/5. 1/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക, 0.2 അല്ലെ, 0.2. ഇനി എന്താ, ഈ 100 സെന്റിമീറ്ററിന്റെ കാണണം. 100 സെന്റിമീറ്ററിന്റെ എങ്ങനെ നമ്മൾ കാണാം, ഇവിടെ ടൈം എത്ര തന്നിട്ടുള്ളത്, 3 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് 10. അപ്പോൾ 3/10. 3/10 എത്ര നമുക്ക് കിട്ടുക, 0.3 കിട്ടും അല്ലെ, എത്ര, 0.3 വരും. അപ്പോൾ പീരീഡ് കിട്ടി അല്ലെ, 0.1, 0.2, 0.3 പീരീഡ് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി കാണേണ്ട എങ്ങനെയാ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ, എത്ര ഓസിലേഷൻ ഉള്ളത്, 10 ഓസിലേഷൻ അല്ലെ. 25 സെന്റിമീറ്ററിന് ടൈം എത്രയാ, 1. 60ന്റെ ടൈം 2. 100ന്റെ ടൈം 3. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കാണാലോ അല്ലെ. ഫ്രീക്വൻസി F1 എന്ന് കൊടുക്കാം, ഒന്നാമത്തെ ആയതുകൊണ്ട്. നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയായിരുന്നു, 10. ടൈം എത്രയായിരുന്നു, 1. അപ്പൊ എത്രയാ വരിക, 10. രണ്ടാമത്തേൻ്റെയോ ഫ്രീക്വൻസി ഓസിലേഷൻ 10, ടൈം എത്രയാണ്, 2. അപ്പൊ എത്ര വരും, 5 വരും അല്ലെ. പിന്നെ മൂന്നാമത്തെയോ ഓസിലേഷൻ 10, സമയം എത്രയാ, 3. അപ്പൊ ആൻസർ വരിക 3.33 വരും അല്ലെ. അപ്പൊ ഇവിടെ എത്രയാ വരിക, 10 വരും. 10 ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നുണ്ട്. അതായത്
F1 25 സെന്റിമീറ്ററിലുള്ള ഫ്രീക്വൻസി. ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ചെയ്തുതരാം. ഓക്കെ, എങ്ങനെയാ? F1 അതായത് 25 സെന്റിമീറ്ററിന്റെ എത്രയാ കിട്ടിയിട്ടുള്ളത്? 10 അല്ലേ? F2 60 സെന്റിമീറ്ററിന്റെ എത്രയാ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 5. F3 100 സെന്റിമീറ്ററിൽ എത്രയാ നമുക്ക് കിട്ടിയിട്ടുള്ളത്? എത്രയാ? 3.33. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ലെങ്ത്, എന്തിന്റെ ലെങ്താ? സ്ട്രിങ്ങിന്റെ നീളം അല്ലേ? 25, 60, 100 അല്ലെ? ഈ നൂലിന്റെ നീളത്തിനനുസരിച്ചിട്ട് ഫ്രീക്വൻസിന് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് അല്ലെ? ഫ്രീക്വൻസിന് മാറ്റം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, 25 സെന്റിമീറ്റർ ആവുമ്പോൾ ഫ്രീക്വൻസി എത്രയാ വന്നിട്ടുള്ളത്? 10. 60 സെന്റിമീറ്റർ ആവുമ്പോൾ ഫ്രീക്വൻസി എത്രയാ വന്നിട്ടുള്ളത്? 5 അല്ലെ? 100 ആവുമ്പോൾ എത്രയാ വന്നിട്ടുള്ളത്? 3.33. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? നീളം കൂടും തോറും, എന്താ? നീളം കൂടും തോറും എന്തിന്റെ നീളം? പെൻഡുലത്തിന്റെ നീളം അല്ലെ? ഇതിന്റെ നീളം അല്ലെ? പെൻഡുലത്തിന്റെ നീളം കൂടും തോറും ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? കുറയാണോ അല്ലെ കൂടുകയാണോ ചെയ്യുന്നത്? കുറയാണ് അല്ലെ ചെയ്യുന്നത്? യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ടേബിള് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് കൂടും തോറും ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്? എന്താ ചെയ്തിട്ടുള്ളത്? ലെങ്ത്, പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഡിക്രീസസ് അല്ലെ? അപ്പൊ ഈ ഒരു ബോക്സ് നോക്ക്, ഈ ബോക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇത് വൺ മാർക്കിനൊക്കെ ചോദിക്കും. അതായത് വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡാഷ് എന്ന് ചോദിക്കും. അപ്പൊ എന്താ എഴുതുക? ഫ്രീക്വൻസി ഡിക്രീസസ്. അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. ലെങ്ത് കുറയാണെങ്കിൽ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. എന്താ? ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്താ സംഭവിക്കുന്നത്? കുറയുന്നു. ലെങ്ത് കുറയാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കൂടുന്നു കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ടൈം പീരീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചും ഫ്രീക്വൻസിനെ എഫ് വെച്ചിട്ടുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടിയും എഫും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ടിയും ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. യെസ്, ഇവിടെ നോക്ക്, ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/പീരീഡ് ആണ്. അതായത് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/ടൈം പീരീഡ് ആണ്. 1/ടൈം പീരീഡ് ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടാ. എഫ് ഈസ് ഈക്വൽ ടു 1/t. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/ടൈം പീരീഡ് ആണ്. ഇവിടെ നോക്ക്, ഇവര് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ അല്ലെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? ഇൻവേഴ്സ്ലി ആണ് അല്ലെ? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഇപ്പൊ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? കുറയും അല്ലെ? ടൈം പീരീഡ് കൂടുകയാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്യുക അല്ലെ? അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം. അത്ര ഡീപ്പായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്ക്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/ടൈം പീരീഡ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ടൈം പീരീഡ് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയും. അതായത് ടൈം പീരീഡ് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയും. ടൈം പീരീഡ് കുറയുകയാണെങ്കിൽ ഫ്രീക്വൻസി കൂടും. ഇതും നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇതും ചോദിക്കും. അതായത് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതുക? എഫ് ഈസ് ഈക്വൽ ടു 1/t എന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക? ടി കൂടുകയാണെങ്കിൽ എഫ് കുറയും, ടി കുറയാണെങ്കിൽ എഫ് കൂടും. ഇതും കൂടി എഴുതിയിട്ട് കൊടുക്കണം. ഓക്കെ.
നെക്സ്റ്റ് വണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ യു മേ ഹാവ് ഹേർഡ് ദ യൂണിറ്റ്സ് കിലോ ഹെർട്സ് ആൻഡ് മെഗാ ഹെർട്സ്. ദീസ് ആർ ഓൾസോ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ഫ്രീക്വൻസി. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ് അല്ലെ? ഹെർട്സ് ആണ്. അതേ സമയത്ത് നിങ്ങൾ റേഡിയോ, അതായത് നമ്മളെ റേഡിയോ ഇല്ലേ, കേൾക്കുന്ന റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ, ടി വി ഒക്കെ ഇല്ലേ, അതിലൊക്കെ കേൾക്കുന്ന ഫ്രീക്വൻസിന്റെ യൂണിറ്റ്സ് കിലോയിലും മെഗയിലും ഒക്കെയാണ് വരിക. കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഇൻറ്റു 1000 ആണ് അല്ലെ? ഇൻറ്റു 1000 ആണ്. മെഗാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഇൻറ്റു ഒന്നും. മെഗാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പൂജ്യം വേണം. 1 2 3 4 5 6 ഇത്ര പൂജ്യം വേണം. അതായത് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ 2 കിലോ ഹെർട്സ് എന്ന് തന്ന്. അപ്പൊ ഇത് എത്രയായിരിക്കും? 2 ഇൻറ്റു 1 കിലോ എത്രയാ? 1000 അല്ലെ? ഇൻറ്റു 1000. അപ്പൊ എത്രയാവും? 2000 ഹെർട്സ് വരും അല്ലെ? 2000 ഹെർട്സ് വരും. ഇതേ സമയത്ത് നിങ്ങളോട് ചോദിക്കാണ് 3 മെഗാ ഹെർട്സ് എത്രയാണെന്ന് ചോദിക്കും. 3 മെഗാ ഹെർട്സ് എത്രയായിരിക്കും? 3 ഇൻറ്റു 1 6 പൂജ്യവും വേണം അല്ലെ? 6 പൂജ്യം. അപ്പൊ എത്ര വരും? 3 1 2 3 4 5 6 6 പൂജ്യം. ഇത്രയും വരും. അപ്പൊ എത്രയാ വന്നിട്ടുള്ളത്? ഇത്രയും ഹെർട്സ് ആണ്. അതായത് കിലോ ഹെർട്സിലും മെഗാ ഹെർട്സിലും ഒക്കെ നമ്മൾ ഫ്രീക്വൻസി പറയൂ എന്നുള്ള കാണിച്ചു തന്നിട്ടുള്ളതാണ് അല്ലെ? പിന്നെ ഇവിടെ എന്താ 10⁻³ എന്നിട്ടത്? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ? 1000 എത്ര പൂജ്യം ഉണ്ട്? 3. അപ്പൊ നമുക്ക് അത് എന്തായി ചെയ്താ? 10⁻³ ആയി ചെയ്താ. ഇവിടെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 6 പൂജ്യം ഉണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതാം? 10⁻6 ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ നോക്കി നോക്ക്. ഇവിടെ നമുക്ക് ട്യൂണിങ് ഫോർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ട്യൂണിങ് ഫോർക്ക് കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ട്യൂണിങ് ഫോർക്ക് ഉണ്ടാവുക? ഇങ്ങനെ ഒരു വൈ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അതായത് നമ്മൾ ഇതിനെ രണ്ടിനെയും പ്രോങ്സ് എന്ന് പറയും. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു മൂളൽ കേൾക്കും അല്ലേ? കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ അല്ലേ? ട്യൂണിങ് ഫോർക്ക് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? യെസ്. ഇങ്ങനെയുള്ള ട്യൂണിങ് ഫോർക്കിന്റെ മേല 256 ഹെർട്സ് അങ്ങനെ കുറേ ഹെർട്സ് എഴുതിയിട്ടുണ്ടാവും. അതായത് ഓരോരോ ട്യൂണിങ് ഫോർക്കിനും എന്താണ് ഉണ്ടാവുക? പല ഫ്രീക്വൻസിയാണ് ഉണ്ടാവുക. ഓക്കെ? എന്താ? ഓരോ ട്യൂണിങ് ഫോർക്കിനും പല ഫ്രീക്വൻസീസ് ആയിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും ഓരോ ട്യൂണിങ് ഫോർക്കിനും പല ഫ്രീക്വൻസീസ് ഉണ്ടാകുന്നത്? എന്തായിരിക്കും? എന്താ? ഫോർക്ക്, അതായത് ഫ്രീക്വൻസി മാറുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് മാറും. അതായത് എല്ലാ വസ്തുക്കളും ഒരുപോലെ തന്നെയാണ് വൈബ്രേറ്റ് ചെയ്യുക? അല്ല, വ്യത്യസ്തമായ രീതിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക അല്ലെ? അപ്പോൾ ഞാൻ വേറൊരു ട്യൂണിങ് ഫോർക്കും കൂടി കൊണ്ടുവന്ന് ഇതിനും ഇപ്പൊ സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ എനിക്ക് ഇതിനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഇല്ല. എനിക്ക് ഒറ്റൊന്നും എടുത്താൽ മതിയല്ലോ. പക്ഷെങ്കിൽ എനിക്കിപ്പോൾ ഇതല്ല വേണ്ടത്, വേറൊരു ഫ്രീക്വൻസിയിലെയാ വേണ്ടേച്ചാൽ എനിക്ക് വേറെ എടുക്കണം അല്ലേ? അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും സെയിം ഫ്രീക്വൻസി ഒന്നും ആയിരിക്കൂല. അതുപോലെ നമ്മളുടെ ഈ ട്യൂണിങ് ഫോർക്കിന് എന്താ? പല വ്യത്യസ്തമായ ഫ്രീക്വൻസീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ, അതായത് ട്യൂണിങ് ഫോർക്കുമേൽ കുറേ മാർക്കിങ്സ് ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഫ്രീക്വൻസിന്റെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്, 256 ഹെർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ? ഇനി എന്താ? ദ മാർക്കിങ്സ് ഓൺ എ ട്യൂണിങ് ഫോർക്ക് ഇൻഡിക്കേറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിങ് ഫോർക്ക്. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ട്യൂണിങ് ഫോർക്കുമേൽ എന്തെല്ലോ എഴുതിയിട്ടുണ്ടാവും, നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ നമ്പർ എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മളുടെ ഫ്രീക്വൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. Excite tuning forks of different frequencies in a similar manner and listen to the sound. അതായത് ഞാൻ പറഞ്ഞ ട്യൂണിങ് ഫോർക്കിന് പല ഫ്രീക്വൻസീസ് ഉണ്ടാവും അല്ലേ? പല ഫ്രീക്വൻസീസ് ഉള്ള ട്യൂണിങ് ഫോർക്ക് ഉണ്ടാവും.
ഈ ട്യൂണിങ് ഫോർക്കിനൊക്കെ ഒന്ന് മുട്ടി നോക്കിയിട്ട് എന്താ അതിന്റെ സൗണ്ട് ലിസൺ ചെയ്യാനാണ് പറയുന്നത്. സൗണ്ട് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക? ആ സൗണ്ട് തന്നെയാണ് കേൾക്കുക. പക്ഷെങ്കിൽ ഇതിന്റെ കേൾക്കുന്ന പോലെ ആയിരിക്കോ ഇതിന്റെ കേൾക്കുക? അല്ല. ഇതിന്റെ പോലെ ആയിരിക്കോ ഇതിന്റെ കേൾക്കുക? അല്ല. ഇതുപോലെ ആയിരിക്കോ ഇത് കേൾക്കുക? അല്ല. എല്ലാത്തിനും അതായത് ഫ്രീക്വൻസീസ് എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഫ്രീക്വൻസീസിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമുക്ക് ഈസ് ഇൻ ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ സൗണ്ട് ഹിയർ. എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മൾ വേറെ വേറെ സൗണ്ടാണ് കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കാനുള്ള കാരണം ഇതിന്റെ ഫ്രീക്വൻസിയിലുള്ള സോറി ട്ടാ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മൾ വ്യത്യസ്തമായ സൗണ്ടാണ് അല്ലേ കേൾക്കുന്നത്. അതിന് കാരണം എന്താ? ഓരോന്നിൻ്റെയും ഫ്രീക്വൻസിന് എന്തുണ്ട്? വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട് അല്ലേ? യെസ്. ഇനി ഇവിടെ ഒരു മഞ്ഞ ബോക്സ് നോക്ക്. വെൻ ആൻ ഒബ്ജെക്റ്റ് വൈബ്രേറ്റ്സ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. ദിസ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജെക്റ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു ഒബ്ജെക്റ്റ് ഒരു ഒബ്ജെക്റ്റ് താനേ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഈ ഒരു ഒബ്ജെക്റ്റിനെ ഞാൻ പുറമേ നിന്ന് അടിക്കോ കുത്തോ ചവിട്ടോ ഒന്നും ചെയ്യാണ്ട് ഈ ഒരു ഒബ്ജെക്റ്റ് താനേ വൈബ്രേറ്റ് ചെയ്യുമല്ലോ. താനേ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, താനേ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക. അതായത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് തന്നെ, അതായത് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ഒന്നും ചെയ്യാണ്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇന്നേറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. അതായത് ഇന്നേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ളത് അല്ലെ, പുറമേ നിന്ന് ഒന്നും കിട്ടാണ്ട് നമ്മൾ ഉള്ളിൽ തന്നെയുള്ള ഫ്രീക്വൻസി. നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? നാച്ചുറൽ ആയിട്ടുള്ള. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? എന്തല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടായത് അല്ലെ. അപ്പൊ നാച്ചുറലും ഇന്നേറ്റ് ഫ്രീക്വൻസിയും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു വസ്തുവിനെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാലും ആ ഒരു വസ്തുവിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷനാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇന്നേറ്റ് ഫ്രീക്വൻസി എന്ന് പറയാം. ആ നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടർ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. വസ്തുവിൻ്റെ നീളത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അതായത് ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്നുള്ളത്. പിന്നെ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. പിന്നെ ഇലാസ്റ്റിസിറ്റി. എന്തൊക്കെയാണ്? ഒന്ന് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ ലെങ്ത്. പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ, ആ ഒബ്ജക്റ്റിന്റെ സൈസ്. പിന്നെ ഇലാസ്റ്റിസിറ്റി. ഇതിനൊക്കെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സ് പഠിച്ചു വെക്കണം കേട്ടോ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അതായത് ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാ? 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്താണ്? ലെങ്ത് അല്ലേ, ഈ ഒബ്ജക്റ്റിന്റെ ലെങ്ത്. പിന്നെ എന്താണ്? ഒബ്ജക്റ്റിന്റെ സൈസ്. പിന്നെ ഒബ്ജക്റ്റിന്റെ മെറ്റീരിയൽ. പിന്നെ ആ ഒബ്ജക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി. ഈ 4 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്, സൈസ്, മെറ്റീരിയൽ, ഇലാസ്റ്റിസിറ്റി. ഈ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? പെൻഡുലത്തിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ളത്? ഡിക്രീസ് ചെയ്യാണ് അല്ലേ ചെയ്തിട്ടുള്ളത്. ഫ്രീക്വൻസി
ലെങ്ത്, അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ടേബിളിൽ നിന്ന് കിട്ടിയതാണ് അല്ലെ, ടേബിളിൽ നിന്ന് കിട്ടിയൊരു റിസൾട്ടാണ്. പിന്നെ എന്താ നമ്മൾ നോക്കിയിട്ടുള്ളത്, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 1/t. എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ്. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ടൈം പീരീഡ് കുറയും, ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ ടൈം പീരീഡ് കൂടും. ഇതാണ് വേറൊരു ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് വെക്കണം. നമുക്ക് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കാം കേട്ടോ. ഇനി വരുന്നുണ്ട് പ്രോബ്ലംസ് ഒക്കെ, നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്താ പഠിച്ചിട്ടുള്ളത്, നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല, അപ്പോൾ ആ ഒബ്ജക്റ്റ് സ്വന്തമായിട്ട്, അതായത് അതിനെന്താ എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇന്നേറ്റ് ഫ്രീക്വൻസി എന്ന് പറയാം. പിന്നെ എന്താണ്, ആ ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു, ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി ആൻഡ് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇനിയും ഉണ്ട് ഈ ചാപ്റ്റേഴ്സ്, ഇനിയും ചാപ്റ്റർ കുറച്ചുകൂടി ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്ക്. അപ്പോൾ ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.